കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയ മഴയാണ്. ഇന്ന് രാവിലെ ആകുമ്പോഴും മഴയ്ക്ക് ഒരല്പം പോലും ശമനമില്ല, കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശ്രീലങ്കയ്ക്ക് സമീപമായി രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിലാണ് ഇത്തരത്തിൽ ശക്തമായ മഴ കേരളത്തിൽ ലഭിക്കുന്നത്. കിഴക്കൻ കാറ്റ് ശക്തമാകുന്നു, അതിനാലാണ് മഴ കനത്തിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ ലഭിക്കും. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളെല്ലാവരും നമ്മുടെ കയ്യിലുള്ള കുടയും ഒക്കെ മാറ്റിവെച്ച് ഇനി മഴക്കാലം മാറി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ മഴ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഏറെക്കുറെ ആൾക്കാർക്ക് ഓഫീസിലൊന്നും പോകണ്ട, വളരെ ഒരു റിലാക്സിങ് മൂഡായിരിക്കും, വീട്ടിലിരിക്കേണ്ട ദിവസമായിരിക്കും. അതുകൊണ്ട് തന്നെ മഴ എൻജോയ് ചെയ്യാം. പക്ഷേ പുറത്തു പോകുന്നവർ കർശനമായും കുട കയ്യിൽ കരുതുക. ഇന്ന് മഴ ഇപ്പോൾ അടുത്തെങ്ങും മഴ ഒന്ന് തോരാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. തന്നെയുമല്ല, യാത്രകളിലൊക്കെ വളരെ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക. പലതരം അപകടങ്ങളും ഉണ്ടാകുന്നത് മഴക്കാലത്താണ് എന്ന് നമുക്കറിയാം. ടു വീലർ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധയായി റോഡിൽ വണ്ടി ഓടിക്കുക, കുറച്ചാൽ പതുക്കെ പോകുക, അസാധാരണത്തെ സ്പീഡൊക്കെ ഇന്നത്തെ ദിവസം ഒരല്പം കുറയ്ക്കുക, വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക. അപകടങ്ങളൊന്നും ആർക്കും സംഭവിക്കാതെ എല്ലാവരും ഇന്നത്തെ ഈ മഴക്കാലത്ത് വളരെ സുരക്ഷിതരായിരിക്കാൻ ആശംസിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും മാത്രമായിരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇതാണ് ഇപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളത്ത് 18-ാം തീയതി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും പറയുന്നത് ഈ ജില്ലകളിലുള്ളവർ ഒന്നുകൂടി ജാഗ്രത പാലിക്കാൻ, ജാഗരൂകരാകാൻ വേണ്ടിയാണ്. നമുക്ക് മഴ എന്ന് പറയുന്നത് പുതിയ സംഭവമൊന്നുമല്ല. പക്ഷേ മഴക്കാലത്തെ അപകടങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വാഹനങ്ങൾ വരുന്നത് കേൾക്കാൻ പോലും, ശബ്ദം പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് പെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കുക. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 19-ാം തീയതി വരെ ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 18-19 തീയതികളിൽ ലക്ഷദ്വീപ് തീരം, അതിനോട് ചേർന്നുള്ള മാലിദ്വീപ് പ്രദേശം, തെക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കേണ്ടതാണ് എന്നും അറിയിപ്പുണ്ട്. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുണ്ട്. അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണം. മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശരിക്കും കഴിഞ്ഞ മഴക്കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിനിടയിൽ ഒരു 2 തവണയെങ്കിലും തിരുവനന്തപുരം നഗരത്തെ വെള്ളക്കെട്ടിലാക്കിയ മഴ ഉണ്ടായി. ഒരുപാട് പ്രദേശത്ത് ദുരിതം വിതച്ച് മഴ സംഭവിച്ചിരുന്നു. ഇനിയിപ്പോൾ ഈ മഴക്കാലത്തും ഈ ദിവസങ്ങളിലും ആ പ്രദേശങ്ങളിലുള്ളവർ ഭീഷണിയാണ്. പല വീടുകളും വെള്ളത്തിനടിയിലായിരുന്നു. അവിടുത്തെ സ്ഥിതിയൊന്നും വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് തന്നെയാണ് സൂചന. അവിടെ ഉള്ളവരോടൊരു പ്രത്യേക അപേക്ഷയാണ്. കഴിയുന്നതും സുരക്ഷിതരായിരിക്കുക. സാഹചര്യങ്ങൾ മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും മാക്സിമം എല്ലാവരും ജാഗ്രത പാലിക്കുക, സുരക്ഷിതരാകാനുള്ള മാർഗങ്ങൾ തേടുക. എന്തായാലും ഈ മഴക്കാലം ഇനി ഒരു 4-5 ദിവസം ഇത്തരത്തിൽ ശക്തമായ മഴ തുടരും എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും കരുതിയിരിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.